ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കുരുക്കായി. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള കൂടുതൽ ചിത്രം പുറത്ത്. മെമന്റോ കൊടുക്കാൻ പോയെന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം. കേസിൽ കടകംപള്ളി സുരേന്ദ്രൻ, കോൺഗ്രസ് MP ആന്റോ ആന്റണി എന്നിവരെ SIT ചോദ്യം ചെയ്യും. പ്രതികൾ മൊഴിയിൽ പറഞ്ഞതിനേക്കാൾ സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്നാണ് VSCയിലെ ശാസ്ത്രീയ പരിശോധനയിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിന്റെ ചടങ്ങിനായി വീട്ടിൽ ഒരു തവണ മാത്രം പോയി എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ആദ്യം പറഞ്ഞത്. എന്നാൽ സന്ദർശനം ഒരു വട്ടം മാത്രമല്ലെന്ന് ഇന്ന് പുറത്തുവന്ന ചിത്രം വ്യക്തമാക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കുടുംബത്തിനുമൊപ്പമുള്ള ചിത്രമാണ് ഇത്. ചിത്രത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം ഇങ്ങനെ: പോറ്റിയുടെ സഹോദരി മകളാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഒരു മൊമെന്റോ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചിട്ട് അതിങ്ങനെ പ്രസിദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാന് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു 15,000 വീടുകളിലെങ്കിലും പോയി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജയിച്ചെന്നൊക്കെ പറയുന്നതായിട്ട് കുട്ടികൾക്ക് മൊമെന്റോ കൊടുത്തിട്ടുണ്ട്. ഞാന് ഏതെങ്കിലും ഒരു കുട്ടി ജയിച്ചെന്നറിഞ്ഞാൽ ഒരു മൊമെന്റോയുമായി കൃത്യമായിട്ട് വീട്ടിൽ പോയിരിക്കും. കുട്ടികൾ ജയിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും SIT ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ചോദിച്ചറിയാൻ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാനും SIT നീക്കമുണ്ട്. ഇതിനിടെ SIT അന്വേഷണത്തെ വിമർശിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് രംഗത്തെത്തി. SITയെ അട്ടിമറിക്കാനാണ് ശ്രമമെന്നും തന്നെ ചോദ്യം ചെയ്യുകയല്ല മൊഴിയെടുക്കുകയാണ് ചെയ്തതെന്നും അടൂർ പ്രകാശ്. എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ ഇന്നലെ സമയം കണ്ടെത്തി അവിടെ പോയത്. ആ സമയം കണ്ടെത്തി പോയി അവരെ എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയുകയുണ്ടായി. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾ നൽകിയ മൊഴി തെറ്റെന്ന് തെളിയിക്കുന്നതാണ് VSSCയിലെ അന്തിമ ശാസ്ത്രീയ പരിശോധനാ ഫലം. പ്രതികൾ മൊഴി നൽകിയതിനേക്കാൾ സ്വർണം കവർന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതുൾപ്പെടെ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിക്ക് കൈമാറും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം നൽകാൻ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അനുമതി തേടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.